ഹായ്, അറഫാത്ത് മാരിയാടാണ്. കൂടെ ഉള്ളത് സജ്ജാദ് സുഹൃത്ത് അല്ലേ? അതെ, സജ്ജാദാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് മലപ്പുറത്ത് വന്നാണ് സജ്ജാദ്. അവൻ്റെ ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് വന്നാണ്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവരും എന്താ പറയുക, വളരെ വിഷമത്തോടെ ഫേസ് ചെയ്ത ഒരു സംഭവമാണ് സ്വന്തം മാതാവിനെ അടക്കം 5-6 പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. നമ്മളെല്ലാവരും സങ്കടത്തിൽ കേട്ടൊരു വാർത്തയാണത്. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ഹേർട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ട് അതില്. ഉമ്മാന്റെ തലക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് വീഴ്ത്തിയിട്ടും ഉമ്മ മരിച്ചിട്ടില്ല, ഇതുവരെ മരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. പക്ഷെ ആ ഉമ്മ പോലീസിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഞാൻ കട്ടിൽ നിന്ന് വീണ് തലക്ക് പരിക്കേറ്റുന്നാണ്. ഒരു മകന് സ്വന്തം മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ആ മകനോട് അല്ലെങ്കിൽ ഒരു കൊലയാളിയോട് പെരുമാറുന്ന വിധത്തിൽ ആ മാതാവിന് പറ്റിയില്ല എന്നുള്ളതാണ്. അഥവാ മാതൃസ്നേഹത്തിന്റെ ഒരു അങ്ങേ തലയുടെ ഒരു ഉദാഹരണമാണ് അവിടെ കാണുന്നത്. പക്ഷെ പോലീസിന് കിട്ടിയ റിപ്പോർട്ട് എന്താ വെച്ചാൽ മാതാവിനെ അവൻ കൊല്ലാൻ ഈ അറ്റംപ്റ്റ് നടത്തിയതിന്റെ മുമ്പ് 2-3 പേരെ കൊന്നു എന്നുള്ളതാ. ഈ സത്യം എന്താ ആർക്കറിയില്ല? ഉമ്മാക്കറിയില്ല. ആ സത്യം അറിയാതെയാണ് ഉമ്മ അങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മാതൃസ്നേഹത്തിന്റെ ഒരു സംഭവം നമ്മൾ സ്വന്തം മോനോട് എത്ര തന്നെ ക്രൂരത ചെയ്താലും, ഇപ്പൊ നോർമലി ഒരാണാവട്ടെ പെണ്ണാവട്ടെ പുറത്തുനിന്ന് ഒരാളെ കയ്യിൽ നിന്ന് വാക്കാലെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാല് ക്ഷമിക്കാൻ കഴിയൂല. പൊതുവെ നമുക്ക് കഴിയില്ല. ആ സ്ഥാനത്താണ് ഒരു ഉമ്മാന്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം നമുക്കവിടെ വ്യക്തമാവുന്ന ഒരു ഘട്ടമായി പോയി. വലിയൊരു ഉദാഹരണം. കാരണം സമീപകാലത്ത് ഇത്രത്തോളം നമ്മൾ പഴയ കാലത്ത് കേട്ടിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ഉമ്മ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും പുരോഗമന കാലഘട്ടത്തിലും ഈ ഉമ്മ അങ്ങനെ ചിന്തിക്കേണ്ട, ആ മകനോട് എത്രത്തോളം സ്നേഹം ഉണ്ടാവും ഉമ്മക്ക്, അതൊന്നും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ എനിക്ക് വേറൊരു സംശയം, ഈ ഒരു വലിയൊരു വിപത്ത്, എനിക്ക് മനസ്സിലാവും, ഈ ഒരു 23 വയസ്സുകാരനായ ഒരു യുവാവ് അവൻ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയൊരു ബൾക്ക് തുക എങ്ങനെ കടം വന്നു എന്നുള്ളതാണ്. മയക്കുമരുന്നാണ് പ്രശ്നം. ഇതിപ്പോ ഫാമിലി അവൻ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയാൻ വയ്യ, മറിച്ച് അത് ഒരു മുഖവിലക്ക് എടുക്കാത്തൊരു പെരുമാറ്റം ഫാമിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ ഫാമിലിക്ക് ഇത് അറിയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഉമ്മയാണ് നമ്മൾ കണ്ടത് അല്ലെ. അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഉമ്മ, അതായത് എന്റെ മോനെ അങ്ങനെ എല്ലാം കട്ടിൽ നിന്ന് വീണതാണെന്നൊക്കെ പറയുന്ന ഒരു ഉമ്മ, അത്തരം മനസ്സുള്ളൊരു ഉമ്മ അല്ലെങ്കിൽ അത്തരം മനസ്സുള്ള വീട്ടുകാരുണ്ടാവുമ്പോൾ ഈ ഒരു ഫാമിലിക്ക് അറിയുമായിരുന്നെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലെ. പക്ഷെ ഇത് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മയക്കുമരുന്നിൽ വലിയൊരു ഫാക്ടറാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം എൻ്റെ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിക്കിലേക്ക് ഇങ്ങനെ ഒരു കൊടുക്കാമെന്ന് പറയാനുള്ള കാരണം, ഇന്ന് നമ്മുടെ മക്കള് സ്വന്തം നാട്ടിലായിട്ടും അല്ലെങ്കിൽ പുറത്തായിട്ടും നമ്മൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം, നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തു എന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് അർഫാത്ത്, ഞാൻ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ അംഗീകരിക്കൂല. എന്റെ മകൾ നമുക്ക് നമ്മുടെ നാടുകളിൽ തന്നെ അറിയാം, നമുക്കറിയാലോ പല കാര്യങ്ങളും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ കിട്ടുന്ന സമയത്ത് ചില പാരന്റ്സിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ, ചിലപ്പോൾ നാട്ടിലെ യുവ കൂട്ടായ്മക്ക് അങ്ങോട്ട് ചെന്ന് നമ്മൾ പറയുന്ന സമയത്ത് പല പാരന്റ്സും നമ്മളോട് ഇടപെടുന്ന ഒരു രീതി ഉണ്ട്. സ്വന്തം മക്കള് തെറ്റുകാരാണ് എന്ന് അംഗീകരിക്കാൻ ഒരു മാതാപിതാക്കൾക്കും താല്പര്യമില്ല. പക്ഷെ അതിന്റെയൊക്കെ തെളിവ് സഹിതം നമ്മുടെ മുമ്പിൽ വീഡിയോസ് ആയിട്ടും അല്ലെങ്കിൽ പോലീസിന്റെ തെളിവുകളായിട്ട് വരുമ്പോഴാണ് ഇവര് അന്തം പൊളിച്ച് നിൽക്കുന്നത്. എന്ത് പറയണമെന്നൊരു ഐഡിയ ഇല്ലാതെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളൊരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. കാരണം ഇത് വലിയൊരു വിപത്താണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു കുറച്ച് മാസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എത്ര ആളുകളാണ് സ്വന്തം ഉമ്മാനെയും അല്ലെങ്കിൽ കൂടപ്പിറകുകളൊക്കെ ഒരു ദയമില്ലാതെ അടിച്ച് കൊന്ന് എന്താ പറയുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടാന്നുള്ള എനിക്ക് മനസ്സിലാവാത്തത്. സത്യം. ഇതില് സജാദ് വേറൊരു കാര്യം കേട്ടോ, സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അംഗീകരിക്കാൻ മാതാപിതാക്കൾക്കുള്ള ബുദ്ധിമുട്ട്, ഓക്കെ, അത് നമുക്ക് അവിടെ വെക്കാം. അത് മക്കളായതുകൊണ്ടാണ് എന്ന് നമുക്ക് വെക്കാം, അത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ കഞ്ചാവ്, MDMA പോലുള്ള ലഹരി, ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി വരുമ്പോൾ വളരെ ചെറുപ്പം തൊട്ടേ യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തൊട്ടേ നമ്മുടെ കുട്ടികൾ വളരെ വിപുലമായി ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ഇത് നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ ഇതിലൂടെ വരെ കുറച്ച് ആളുകൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് സംശയിക്കണ്ടായി നമ്മൾ ഇങ്ങനത്തെ ഒരു ടീമാണ്. ഇത്രയും വിപുലമായി സുലഭമായി ഇത് ഇവിടെ നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടുകാരോടൊക്കെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയുന്ന സമയത്ത് ഇവർ പ്രതികരിക്കുന്നത് അതിനെന്താ നമ്മളെന്തിനാ നോക്കുന്നത്, നമ്മളെ കുട്ടികളൊന്നും അല്ലല്ലോ എന്ന്. നമ്മളെ കുട്ടികളോട് നമ്മൾ എന്തായാലും ചോദിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. പുറമെല്ലാവരും ചെയ്യുമ്പോൾ നാളെ നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള വിപത്ത് കയറി വരുന്ന ചിന്തിക്കാത്തൊരു സമൂഹം തോന്നുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും. അതിലുപരി ഇതിനൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോന്ന് എനിക്ക് നമ്മുടെ ചെറിയൊരു ബുദ്ധിയില്, ഇപ്പൊ ഇന്ന് പഴയ കാലത്ത് ഇപ്പൊ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ റീൽസിലാണെങ്കിലും ശരി, താടിയും മുടിയും വളർത്തിയവരൊക്കെ കഞ്ചാവാണോ എന്നുള്ളൊരു
പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു മറയായിട്ട് ഇപ്പോഴത്തെ ഒരു യുവത്വം ഏറ്റെടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം ഒരു മനുഷ്യന്റെ വേഷവിധാനത്തിലോ അല്ലെങ്കിൽ അവിടെ നടപ്പിലോ ഇരിപ്പിലോ ഒന്നും ഒരാൾ മോശമാണെന്ന് പറയാൻ നമുക്കൊരു അർഹതയില്ല. നമുക്ക് അർഹത മീൻസ് പറയാനുള്ള ഒരു റൈറ്റ്സ് നമുക്കില്ല. കാരണം അത് ഓരോരുത്തരുടെയും വസ്തു സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തരുടെയും റൈറ്റ് ആണ്. പക്ഷെ അതൊരു മറയാക്കിയിട്ട് അഥവാ ഉണ്ടോ എനിക്ക് എൻ്റെ ഒരു സംശയം കേട്ടോ. കാരണം ഒന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അത് മാരകമായ ഈ മയക്കുമരുന്നുകളൊന്നും ഞാൻ ഇന്ന് വരെ രുചിച്ച് നോക്കിയിട്ട് പോലില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ധൈര്യമായിട്ട് പറയാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇടയ്ക്ക് നിലക്കും ചെറിയ ലെവലിൽ ഈ സിഗരറ്റ് വലി അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല ചെയ്ത് പറയാൻ എനിക്ക് ഒരു മടിയില്ല, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് നമ്മൾ സമൂഹം കണ്ടറിയേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ചെയ്യുന്ന കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും ശരി, ഇത് തൊട്ടടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമെന്നാണ് എനിക്ക് പേഴ്സണലി ഒരു അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ സജാദ് പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പോൾ ഒരു താടി വെച്ച ആളുകളെ അല്ലെങ്കിൽ മുടി വളർത്തിയ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് സംശയിക്കുന്നതിലൊന്നും തെറ്റില്ല. സംശയിക്കുന്ന അവരെ നമ്മൾ പ്രതി ചാരുക എന്നുള്ളതോ അവർക്കൊരു പ്രതിയുടെ പട്ടം ചാർത്തി കൊടുക്കുക എന്നുള്ളതോ അല്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മുടി ക്രോപ്പ് ചെയ്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് പോലീസുകാരനോട് സംശയിക്കുന്ന എന്താണ് തെറ്റ്? ഇല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നത് മാറ്റി നോ പാർക്കിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ ഹെൽമെറ്റ് വെക്കാനായി നോക്കും ഒരു പോലീസുകാരൻ സംശയം എന്ന വിധേന നമ്മളൊരു സംശയം തോന്നി കഴിഞ്ഞാൽ നോക്കാൻ നല്ലല്ലേ. അയാൾ നമ്മൾ ഒരിക്കലും പ്രതിചാരണമല്ല. ഞാൻ പറഞ്ഞു ഒരാളെ വേഷം വെച്ചിട്ടൊന്നും ഒരിക്കലും ഒരാളെ നമുക്ക് മുൻകൂർ ജഡ്ജ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ വാണെന്നല്ല. പക്ഷെ ആ ഒരു സംഭവത്തെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മറയാക്കുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം. ഉപയോഗിക്കുന്നവരെന്തായാലും അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവരതല്ലാതാവില്ലല്ലോ. അത് വിചാരിച്ചാൽ അതിനെ ഈ ഉപയോഗിക്കുന്ന ആളുകൾ ഇതേപോലെ മുടിയും താടിയും വളർത്തി നടക്കുന്ന ആളുകളാണ്. ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാത്ത ആളുകളും അങ്ങനെ ഉണ്ടാവും. പക്ഷെ ആ ഉപയോഗിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ കോപ്പി അടിച്ചിട്ട് ഈ ഒരു വാക്ക് ഇത് മുടിയും താടിയും വളർത്തിയവർക്ക് കഞ്ചാവല്ല മുതലെടുക്കുന്നുണ്ട്. അതേ ഉദ്ദേശം. അല്ലാതെ ഞാൻ അങ്ങനെ നടക്കുന്നവർ അങ്ങനെയാണ് എന്നുള്ള അഭിപ്രായപ്പെട്ടാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കണം എന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പൊ എന്റെ അഭിപ്രായം, ഇത് പൊതുസമൂഹം ഈ ഒരു വിപത്തിനെതിരെ ഒരു എന്താ പറയാ മുന്നിട്ടിറങ്ങേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടില്ലേ? അതിന്റെ വഴികള് എനിക്ക് എന്തെങ്കിലും ഒരു മനസ്സിൽ എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇന്നത് ചെയ്താൽ ഇങ്ങനെ നിർത്തലാം? അത് എങ്ങനെയെന്നറിയാം. ഇപ്പോ ഇപ്പൊ ഞാനൊക്കെ പേഴ്സണലി ഒരുപാട് ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്. പല ആളുകളോടും ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ വീട്ടിൽ എൻ്റെ അനിയൻ തന്നെ ഇത്തരം ആളുകളുമായിട്ട് ഞങ്ങളൊരു ഏറ്റുമുട്ടലുണ്ടായ സമയത്ത് അവരുടെ അക്രമത്തിന് ഇരയായിട്ട് പോലും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ ഈ ഒരു വിഷയമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവരോട് മുട്ടാൻ പറ്റൂല, അവരതിൽ ടീം ഉണ്ടാവും എന്നുള്ള ഒരു മാഫിയ. ഞാൻ പറയട്ടെ സജാദെ, ഒരു നാട്ടില് ഒരു 10 ഇങ്ങനത്തെ ഒരു ലഹരി മാഫിയയിൽ പെട്ട ഒരു 10 പേരുണ്ടെങ്കിൽ ആ ഒരു നാട്ടില് 10 പേരാണോ പൊതുജനം ഉള്ളത്? വേറെ അല്ല. ഇതുപോലും മനസ്സിലാക്കാതെയാണ് ആളുകൾ ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്നത്. മണ്ടത്തരാന്ന് തോന്നുന്നു. മണ്ടത്തരത്തിന്റെ അപ്പുറത്തേക്ക് വേറെ വിഷയമുണ്ട്. ഒരു എത്ര ധൈര്യശാലിയായ ഒരു മനുഷ്യനാണെങ്കിലും ശരി, ഈ പേടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് മനസ്സിൽ കൂടി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പൊതു സ്ഥലത്ത് എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോൾ അതിൽ ഇടപെടണ്ട. അത് വലിയ ടീമാണ്. ഈ ടീം എന്ന് പറയുന്നത് അഥവാ അതൊരു പേടിപ്പെടുത്തലാണ്. നമ്മൾ എത്ര കരുത്തനാണെങ്കിലും എത്ര ഇതാണെങ്കിലും ശരി, ഒരു മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യന് പേടി എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും മുമ്പോട്ട് പോകാൻ ധൈര്യം ഉണ്ടാവില്ല. കാരണം ആ പേടി കൊണ്ട് മറച്ചു വെക്കാണ്. ഇപ്പോൾ ഡ്രഗ്സ് മാഫിയ ഉണ്ടാവും ഒരുപാട് വലിയ. ഇപ്പോൾ ഇതിനൊക്കെ പുറകിൽ അങ്ങനത്തെ ഒരു ടീം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ബിസിനസ് ആക്കി നടക്കുന്നത്. അല്ലെങ്കിൽ കോളേജ് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്കൂളുകൾ ടാർഗറ്റ് ചെയ്ത് ഇതേപോലെ ഈ ഒരു സംഭവം ഡ്രഗ്സ് മാഫിയ നന്നായിട്ട് വേറെ ഉറച്ചിട്ടുണ്ട് നമ്മളൊക്കെ നാട്ടിൽ. ഇവൻ നമ്മുടെയൊക്കെ നാട്ടിന്റെ അകത്ത് ഇനിയിപ്പോ നമ്മുടെ വീടിന്റെ അകത്തേ ഇതൊക്കെ വരാനുള്ളൂ. നിന്റെ ഒക്കെ വീടിനകത്ത് നമ്മുടെ മക്കൾ പോലും ഉപയോഗിച്ച് ഇതേപോലെ എന്തെങ്കിലും വലിയ വലിയ സംഭവങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ മേലൊക്കെ നോക്കി വാ പൊളിച്ചിരിക്കുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണലി ഒരു അഭിപ്രായം തോന്നുന്നു, ഇത് നമ്മൾ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നമ്മുടെ നാട്ടിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എന്താ പറയുക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആളുകളൊക്കെ വന്നു കൂടുന്ന സ്ഥലത്ത് ഒരാളെ സംശയാസ്പദമായി കണ്ടാൽ ചോദിക്കണം. എനിക്ക് അങ്ങനെ അവിടെ ഈ പറഞ്ഞ മാതിരി എന്താ പറയാ മോറൽ പോലീസിങ്ങും അതൊന്നും ചോദിച്ച് മറ്റുള്ളവർ വരുമായിരിക്കാം. പക്ഷെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കും വേണം, അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിക്കും വേണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും നമുക്ക് റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ ഓനെന്താ ചായിക്കോട്ടെ, പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള ഒരു ഒറ്റ വാക്ക് നല്ലോണം ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാനുള്ള പേടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങൾ ഉണ്ടാവും. ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമോ ഇല്ലാതെ അല്ലെ നിൽക്കുന്നവരുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ എന്തിനു ചെയ്യാൻ പറ്റും എന്നില്ലേ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ. കാരണം ഇത് ഒരു വലിയൊരു വിപത്തിലേക്ക് അഥവാ
ഇതിന് ഇപ്പൊ നമ്മൾ കാണുന്നതൊക്കെ ചെറുതായിരിക്കും. ഇനിയും വരാൻ പോകുന്ന ഇതിൽ വേറെ അറഫാത്ത് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു മലയാള സിനിമ ഉണ്ട്, ആവേശം അല്ല മാർക്കോ. അത് മോസ്റ്റ് വയലൻസ് മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു വയലൻസിനെ മാർക്കറ്റ് ചെയ്തിട്ടാണ് ഒരു സിനിമ. എനിക്ക് പേഴ്സണലി അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ പടം കാണുമ്പോൾ നമുക്കൊരു ഫിലിം കാണുന്ന ഒരു ലെവലിലാണ്. നമ്മളൊരു ഫിലിം കാണുമ്പോൾ എന്താ, അതൊരു സംവിധായകന്റെ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ വന്നൊരു കഥനെ അവർ വെള്ളിത്തിരയിൽ എത്തിച്ച് അതൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ്. പക്ഷെ ഇന്നത്തെ യുവത്വം കണ്ടെത്തുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് റോൾ മോഡലായിട്ട്. ഞാൻ സജാദിനോട് ഇപ്പൊ ഈ ആവേശം എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഇപ്പൊ അടുത്തൊരു ഗുണ്ടാ തലവൻ കൂടെയുള്ള കൂട്ടാളികളൊക്കെ പിടിച്ചൊരു യോഗം ചേർന്നൊരു എന്തോ ഒരു ഇവന്റ്, എന്തോ ഒരു ഫംഗ്ഷൻ നടത്തിയത് ആവേശം സ്റ്റൈലിലാവുകയും പോലീസ് റെയ്ഡ് സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ സംശയിച്ചത്. ഇതിലൊക്കെ നെഗറ്റീവ് ആളുകൾ എടുക്കുന്നത് കേട്ടോ, അല്ലെ? സിനിമയ്ക്ക് എതിരെ പറയുന്നതല്ല, പക്ഷെ അതിലൊക്കെ ഗവൺമെന്റിന്റെ ഒരു കടിഞ്ഞാണിടുന്നത് നല്ലതല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത്. കാരണം അത്രയും വൾഗാരിറ്റി, അതുപോലെ ആ ഒരു എ സർട്ടിഫിക്കറ്റ് ആണ് പടത്തിനുള്ളത്, അത് അഡൽട്സ് ഓൺലി ആണ്. അത് പ്രായപൂർത്തിയായ ആളുകളൊക്കെ അത്രയും വൾഗറാണ്. കാരണം ഒരു സ്ത്രീയുടെ വാ പൊളിച്ച് പൊളിക്കുക, അതേപോലെ തന്നെ പിന്നെ ഇതെടുത്തിട്ട് ആളുകളെ കൊല്ലുക, ഭയങ്കര വൾഗാരിറ്റി. അതുപോലെ ഒരു ഗർഭസ്ഥാവസ്ഥയിൽ പിന്നെ സ്ത്രീന്റെ വയറടിച്ചിട്ട് ആ കുട്ടിയെ പച്ചക്കെടുത്ത് കൊണ്ടുപോവുക. അത് ഒരു എനിക്ക് തോന്നുന്നില്ല അത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് ആ പടം കൊണ്ട് കൊടുക്കണമെന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സിനിമയ്ക്ക് എതിരായിട്ട് പറയുന്നല്ല, പലപ്പോഴും ഇപ്പൊ നായകന്റെ അടുത്തായിരിക്കില്ല സ്വാഭാവികമായിട്ടും ന്യായം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാറുള്ളത്. പക്ഷെ അതുപോലും നെഗറ്റീവായ രീതിയിൽ ഉപയോഗപ്പെടുത്തും. ഇപ്പൊ ഞാൻ ഈ ഗുണ്ടാതലവൻ ആവേശം മോഡലില് യോഗം കൂടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ ചിലപ്പോൾ നായകന്റെ ഭാഗത്തുള്ള ന്യായമായ കാര്യത്തിലുള്ള ഒരു കൊലപാതകമായിരിക്കാം ചിലപ്പോൾ സിനിമയിൽ ചിത്രീകരിക്കാം, എന്നാലും അതൊരു തെറ്റായ രൂപത്തിലേക്ക് തിരിച്ച് അത് ഉപയോഗപ്പെടുത്തുന്നത് കാണാറുണ്ട്. സിനിമക്കെതിരെ പറയുന്ന സിനിമ നമുക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നല്ല മെസ്സേജ്. ഇപ്പൊ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ പുതിയൊരു ഒരു സംഭവം ഉണ്ട്, ഇത്രേ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അഥവാ മയക്കുമരുന്നെതിരെയാണ് പടം നമ്മൾ കണ്ടിട്ടില്ല. അതെ, അപ്പൊ അതിൽ നല്ല മെസ്സേജ് ആണെന്നാണ് പറയപ്പെട്ടത്. കണ്ടോ? അതാ പറഞ്ഞ അങ്ങനത്തെ പടങ്ങളും വേണം. അഥവാ അതില് ഞാൻ എന്റെ കണ്ടൊരു സുഹൃത്ത് പറഞ്ഞതാണ്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അഥവാ ജനങ്ങൾക്ക് ഒരു യൂത്തിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട നല്ലൊരു മെസ്സേജ്. ഇനിയിപ്പോ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ ഈ മാർക്കോ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഈ ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള പടം ഫസ്റ്റ് റിവ്യൂ കണ്ടിട്ട് തന്നെ പോയത്. കാരണം ഇത്തരം ഒരു സബ്ജക്റ്റ് ആണ് അതിൽ എന്ന് പറയുമ്പോൾ ശരിക്കും മാതാപിതാക്കൾ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ആ ഒരു ഫിലിം. അത് എന്നോട് സുഹൃത്ത് പറഞ്ഞു. കാരണം അപ്പൊ ഞാൻ അവരോട് വെറുതെ തമാശക്ക് ചോദിച്ചു, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന വെച്ചാൽ ഫാമിലി ആയിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും വൾഗാരിറ്റി ഒന്നുമില്ല, അതേപോലെ തന്നെ സമൂഹത്തിന് ഏറ്റവും നല്ലൊരു മെസ്സേജും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ഇത് ഞാൻ സിനിമനെ അംഗീകരിക്കാനോ അല്ല അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാനോ അല്ല, മോശമാക്കിയിട്ടും അല്ല, ഏതൊരു വിഷയത്തിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമ ഭയങ്കരമായിട്ട് പിന്നെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ഏതൊരു വിഷയത്തിലും. എനിക്ക് ഞാൻ അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ അത് നെഗറ്റീവായ രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് പലപ്പോഴും മാറാറുണ്ട് എന്നുള്ളതാണ് ഉള്ളൂ. സിനിമകളെ അടിച്ചാക്ഷേപിച്ച് വെറുതല്ല. അപ്പൊ നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ലഹരി തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു വിഷയത്തിലാണ് പൂർണ്ണമായിട്ടും പുണ്യാളത്തം ചമഞ്ഞ് ഒരു പുണ്യാളത്തം കെട്ടിക്കൊടുക്കുന്ന പുറത്ത് വളരെ മാന്യനായിട്ട് നടക്കുന്ന ആളുകളുടെ മക്കള് ഈ പിന്നെ അവരുടെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ എല്ലാ പിന്നെ സംഭവങ്ങളും ചെയ്തു വെക്കുന്നുണ്ടാവും. പക്ഷെ ആ മക്കളെ സംശയിക്കാൻ ഈ മാന്യനായ വാപ്പാക്ക് പറ്റുന്നില്ല. മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റില്ല. അതും ഒരു മറയാക്കി എടുക്കണം. കാരണം ഇന്ന ആളുടെ മകനാണ്, അവൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു പട്ടം അവർക്ക് ചാർത്തി കൊടുക്കണം. പക്ഷെ അതൊക്കെ ഒരു മറയാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വന്തം. എനിക്ക് അതിന്റെ ഒക്കെ എഫക്ട് എത്രയോ മോശമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് കാണാൻ പറ്റിയതുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക അല്ലെങ്കിൽ വാപ്പാന്റെ ഒരു ഇതുകൊണ്ട് വാപ്പയൊക്കെ ഇപ്പൊ ബ്രോ ആണ്, വാപ്പാക്ക് മക്കളും വാപ്പയായിട്ട് ബ്രോ ലെവലിലാണ് നടക്കുന്നത്. നടന്നോട്ടെ, കുഴപ്പം, നല്ല കാര്യമാണ്, അതൊരു ബൂസ്റ്റപ്പാണ്. അത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന മക്കൾ ഒരു പക്ഷേ തെറ്റിലേക്ക് പോകാൻ വഴിയില്ല, അങ്ങനത്തെ ഒരു പോസിറ്റിവിറ്റിയും കൂടി അതിലുണ്ട്. കാരണം എന്റെ വാപ്പ ഞാൻ അത്രയും ബന്ധമാണ്, ഇനി ഞാൻ എന്തെങ്കിലും മോശപ്പെട്ടതിൽ സംഭവിച്ച എന്റെ വാപ്പാനക്കാണ് അത് വിചാരിച്ച് ഒരു പക്ഷെ ഇത് കുറച്ച് പുറകോട്ടടിക്കാൻ സാധ്യതയുള്ള മക്കളുണ്ട്. പക്ഷെ അതിനെ നേരെ ഉൾട്ടാക്കിട്ട് ചിന്തിക്കുന്ന മക്കളുണ്ടാവും. എന്ത് വന്നാലും എന്റെ ബാപ്പനെ സംരക്ഷിക്കും എന്നുള്ള തോട്ടിൽ ചിന്തിക്കുന്ന മക്കളുണ്ടാവും. എല്ലാവരും ബാലൻസ് ചെയ്ത് എല്ലാം അത് ഞാൻ പറഞ്ഞു. ഇതിങ്ങനെ കൈവെള്ളയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നൈസായിട്ട് ഒരു ഇതുപോലെ കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും അഭിപ്രായങ്ങൾ. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു വൃത്താന്തങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുമോ അതിനെ സ്ട്രോങ് ആക്കല്ലാതെ ഇതിന് ഒരു വഴിയില്ല. അപ്പോൾ നമ്മളൊരു ഇതിനെതിരെ ഒരുപാട് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നല്ല ചൂടാട്ടോ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ വേർക്കുകയാണ്. അപ്പോൾ ഒരുപാട് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇതിനൊന്നും ഒരാൾ എത്ര ക്യാമ്പയിൻ നടത്തിയാലും ഞാനത് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചാൽ എനിക്ക് എത്തിച്ചു തരുന്ന ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരിക്കും. അതന്നെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. കാരണം
അവനവൻ നന്നാവുക. അതെ, ജനങ്ങൾ ഇതിനെ പറ്റി ബോധവാന്മാരാവുക, അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും അറിയണം എന്നുണ്ട്. ഇതിപ്പോ ഏത് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും ശരി, അത് അവർ ഉപയോഗിച്ച് ആസ്വദിക്കല്ല ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ വരുന്ന വെച്ചാൽ സ്വന്തം കുടുംബത്തെയും സ്വന്തം മാതാവിനെയും പിതാവിനെയും ഭാര്യനെയൊക്കെ അഥവാ വെറുതെ കൊല്ലല്ല, ഇതിലൊരു അവരുടെ സിഗ്നേച്ചർ പതിച്ചിട്ട്. ഇപ്പൊ പല ഈ ചുറ്റി കൊണ്ട് അടിച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ ചുറ്റി കൊണ്ട് അടിച്ച ഇവിടെ മുറിയേ വരുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അങ്ങനെയാണോ? തലക്ക് നല്ലൊരു വെയിറ്റിലൊരു ചുറ്റി കൊണ്ട് അടിച്ചാൽ തീരും, ആള് ഒറ്റയടിക്ക് തീരും. അപ്പോൾ ഇതിനൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മൾ നിൽക്കുന്ന ഒരു വൃത്താന്തം ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമുക്ക് റിലേഷനിലുള്ള ആളുകൾ, നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളോട് പറയാവുന്നിടത്തോട് മാക്സിമം പറയാന്നുള്ളതാണ്. പിന്നെ ഇതിൽ സ്വന്തം മകൻ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ച് എൻ്റെ മകനാണ്, അവൻ്റെ ഭാവി കുളമാകും എന്ന് വിചാരിച്ച് ആ ഒരു തെറ്റിനെ പൊത്തി വെക്കുന്ന അല്ലെങ്കിൽ മൂടി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് അപകടം. എനിക്ക് ഇത്ര മാത്രമേ ഉണർത്താനുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ കേട്ട് കഴിഞ്ഞ ചുറ്റി കൊണ്ട് അടിച്ചു എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു 2025 ഉമ്മാനെ കൊല്ലുന്ന ഒരു കാലമായി. കുട്ടികൾ മൊബൈൽ കൊടുക്കാത്തിട്ട് ഉമ്മനെ കൊന്നു. എത്രയുണ്ട് ഈ ഒരു കൊല്ലം പറഞ്ഞതിന് ശേഷം 2 മാസം പൂർത്തിയായിട്ടില്ല. ഒരുപാട് ഉമ്മാനെ 3-4 സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മാനെ കൊല്ലുക അല്ലെങ്കിൽ അമ്മയെ കൊല്ലുക എന്നുള്ള രീതിയിലേക്ക് മാറി. ഇതൊക്കെ അപ്പോഴും സജ്ജാദ് നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ കാര്യം, ആ ഉമ്മ പറഞ്ഞത് കട്ടിൽ നിന്ന് വീണതാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ കാണുന്നത് അതുപോലെ കാണുന്ന ഉമ്മ വിട്ട് പോലും ആ മകൻ അവിടെ എന്തായി. അപ്പൊ നമ്മളൊക്കെ മക്കളെ നമ്മളെന്താണ് ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ഒരു പുണ്യാളത്തെ ബട്ടൺ തെറ്റിനെ തിരുത്തന്നെ വേണം. അത് എത്ര നല്ല മക്കളാണെങ്കിലും ശരി, തെറ്റ് ചെയ്തവൻ തെറ്റുകാരനാണ്. അത് മകനാവട്ടെ അനിയനാവട്ടെ ഒക്കെ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അത് ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തിരുത്തി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഫാമിലിയിലും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിപ്പോ ഞാൻ പറഞ്ഞ അർഫാത്തെ അറിയുന്ന എന്റെ മകൻ ലഹരിക്ക് അടിമയാണെന്ന് അറിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത്തരം നമ്മുടെ സുഹൃത്ത് പറഞ്ഞതാണ്, നമുക്ക് അറിയുന്ന ഒരാൾ തന്നെ ഇവന്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവന്റെ ഉപ്പാന്റെ അടുത്ത് പോയ സമയത്ത് ഉപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അതെങ്ങനെ അവനോട് പറയാ, എനിക്ക് എന്റെ വീടിന്റെ പണിക്ക് മോളെ കെട്ടിക്കാൻ ഇത്രയൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ എങ്ങനെ പറയാ. അതെ, അഥവാ അത് സമൂഹത്തിന് വലിയൊരു വിപത്തിനാണ് സമ്മാനിക്കണ ഈ ഒരു സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ആശയങ്ങൾ ഒരു പക്ഷേ ഇതിൽ വരും. അത് നിങ്ങളുടെ കമന്റ് കാണുന്ന ആളുകൾ പലരും മറ്റൊരാളായിരിക്കും, അത് ഏറ്റെടുക്കും ചിലപ്പോൾ. പിന്നെ അത് എത്ര പേര് വീഡിയോ കാണും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മാക്സിമം ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങളുമായി നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞെങ്കിൽ മാക്സിമം നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോ ഒന്നും ചെയ്യുക, ഷെയറും ചെയ്യുക. കാരണം അതൊരു എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾക്ക് വൈറലാവാനോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് ഇതൊന്നും ഉണ്ടല്ലോ. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എത്തണം എന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പറഞ്ഞു. അപ്പൊ ഞാനും ഇതിനും പറഞ്ഞത് വെച്ചാൽ ഇത് നിൽക്കാനും പോകുന്നില്ല, വേറെ സത്യം. പക്ഷെ നമുക്ക് സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും. ജനങ്ങൾ ഏറ്റെടുക്കുക. അതിനപ്പുറത്തേക്ക് നിയമവും വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, ഒരു പൊതുസമൂഹം ഇങ്ങനത്തെ ഒരു ഇതിന് നെഞ്ചുമിടർത്തി ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നിൽക്കും. ഒരു സംശയമാണ്, എല്ലാം നിൽക്കുന്നവരെല്ലാം നിൽക്കും. അപ്പോൾ ഇവിടുത്തെ ഓരോ പോലീസുകാരും അല്ലെങ്കിൽ ആൻറ്റി സ്ക്വാഡും ഒക്കെ ഞാനും ഇവനും നിങ്ങളൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്ക്വാഡ് ഇവിടെ വളർന്നിട്ടില്ല. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അത് ശരിയാണല്ലോ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഞങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു അണിയറ പ്രവർത്തനങ്ങളോ കൂടുതലില്ല. വേർത്തിങ്ങനെ ഒലിക്കുക വേണമെങ്കിൽ നമുക്കൊരു ക്യാമറന്റെ ഭംഗി അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഭംഗിയോടെ വരിക എന്നുള്ളതല്ല, ഈ ഒരു വിഷയത്തിന്റെ ഒരു ഗൗരവം കണ്ടുകൂടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാക്സിമം അമ്മമാരിലേക്ക്, അച്ഛന്മാരിലേക്ക് എത്തിക്കുക വീഡിയോ. ഓക്കെ, വീണ്ടും കാണാം.